ഭൂമിയിൽ എന്നെ പോലൊരു കുരിശ് വേറെ ഒരു പെമ്പളമാർക്കും കിട്ടി കാണുകയില്ല. ഈ കണ്ടകോടാലി എന്നെ കഴുത്തെ തൂങ്ങിയോ അന്ന് തുടങ്ങിയ ദുരിതമാ. ഇരിയാനെ എന്റെ മുമ്പിൽ തന്നെ കൊണ്ട് ചാടിക്കാൻ ഞാൻ നിന്നോട് എന്നാ തെറ്റ് ചെയ്തെന്റെ കർത്താവേ. കുരിശ് അപ്പോഴേ ഇത് എന്നാ ഉറക്കവാ. വെയില് വന്ന് ഊരയ്ക്ക് വീണാലും കിടക്കേന്ന് കേൾക്കുകയില്ല. ഇനി ഞാൻ തലവഴിയെ വെള്ളം കോരി ഒഴിക്കുവേ. വലത്തും അതിനെ ചാറ്റൻ കട്ടപ്പണക്കാരൻ കൊച്ചു പറയിച്ചൻ കുഴിന്ന് എഴുന്നേറ്റ് വരണം. അപ്പൊ ഉണന്ന് കിടക്കുവായിരുന്നു. ആഹാ, നിന്റെ ഒടുക്കത്തെ പ്രാക്ക് കേട്ടാ പിന്നെ ഉണരാതിരിക്കാൻ എങ്ങനാടി? പ്രാകാണ്ടിരിക്കണ എങ്ങനെയാ? ആ ചെറുക്കൻ ഇപ്പൊ കുളിച്ചേച്ച് വരും. ഒരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ പോലും ഇവിടെ ഒരു കോപ്പുമില്ല. നീ അങ്ങോട്ട് നേട്ടത്തിയോട് ചായപ്പൊടി തരാൻ പറ. ചെന്ന് ചോദിക്ക. എനിക്കങ്ങ് മേലെ എപ്പോഴെപ്പോഴും ചെന്ന് ഓരോന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞിട്ടാന്ന് പറയടി. അവിടെ ചേട്ടായി ഡ്യൂട്ടിക്ക് പോകാനുള്ള തിരക്കില്ല. ആകാശവാണിക്കാരറിഞ്ഞ കൗതുക വാർത്തകളിൽ പറയും ഇരട്ടകളായി ജനിച്ചതിൽ ഒന്ന് കള്ളനും ഒന്ന് പോലീസുകാരനുമായെന്ന്. അനിയനാണെന്നും പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ച അവന് തോന്നിയവാസം കൂടത്തേ ഉള്ളൂ. സത്യം പറഞ്ഞ ചില സമയം ആളെ തിരിച്ചറിയാൻ ഞാനും വിഷമിക്കാറുണ്ട്. ആ, എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എന്ത് പറയാനാ? ഞാൻ 10 പൈസ കൈക്കൂലി മേടിക്കാത്തവനാണെന്ന് സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവരെല്ലാം കൂടെ അവരെ വിരട്ടി വിട്ടു. ആ ചെറുക്കൻ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ ഈ കളവൊന്നും ഒതുങ്ങിയനെ. SI ടെസ്റ്റിന് പോയതിന്റെ റിസൾട്ട് അറിയാറായോ? ഓ, അത് കിട്ടുമെന്ന് അവനൊരു ഉറപ്പുമില്ല. എന്താ? കള്ളനച്ചുതന്റെ മോനാണെന്ന് അറിഞ്ഞ ആരാ ജോലി കൊടുക്കുക? ചോദിക്കാനും മേടിക്കാനും ഇനി ഒരിടവും ഇല്ല. ഇനിയിപ്പോ ആരോട് പോയി ചോദിക്കും എന്റെ കർത്താവേ? എനിക്കറിയാൻ മേലേ. എന്താ എന്താ ചിറ്റമ്മേ? ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. നിവർത്തിയേട് കൊണ്ടാ. കാര്യം എന്താന്ന് പറ. ഭരതന്റെ ഇന്റർവെൽ ഇന്നാന്ന് അറിയാവല്ലോ. ഇന്റർവെൽ അല്ല ചിറ്റമ്മേ, ഇന്റർവ്യൂവാ. ആ, അത് തന്നെ. അത് ഇന്നാ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? പാസ്സാകാൻ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടാ ഞാൻ വരണേ. അതുകൊണ്ട് കാര്യമില്ലല്ലോ മോളെ. വണ്ടിക്കൂലി ഇല്ലാണ്ട് പോവാൻ പറ്റുമോ? മോളൊരു 10 രൂപ ഒപ്പിച്ചതാ. നാളെ എങ്ങോട്ട് തരാം. അതിന് എന്റെ അടുത്ത് എവിടുന്ന രൂപ? മോള് വിചാരിച്ചാ നടക്കും. അമ്മയോട് ചോദിക്കായിരുന്നില്ലേ? കർത്താവേ, അത് വേണ്ട. അതെന്താ? കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവെല്ലിന് പോയപ്പോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി. അയ്യോ എന്റെ ചിറ്റമ്മേ, ഇന്റർവ്യൂ. ആ, എന്ത് കുന്തോങ്കിലും ആവട്ടെ, പറ്റുമോ? ഞാനൊന്ന് നോക്കട്ടെ. എന്താ കർത്താവേ? അച്ഛാ പ്രസാദം. എന്റെ മക്കൾ അമ്പലം പണിയാൻ പോയോ തൊഴാൻ പോയോ? പുഷ്പാഞ്ജലി കഴിപ്പിക്കാനുണ്ടായിരുന്നു അച്ഛാ. എന്നിട്ട് കഴിപ്പിച്ചോ? എന്നാ ചെന്ന് കാപ്പ് കഴിക്കും. എന്താടി അവിടെ? ഒന്നുമില്ല. ഈ ജനലിലൊക്കെ ചെതലിരിക്കണ കണ്ടു. ഒന്ന് തൂക്കാന്ന് വെച്ചതാ. എന്തോരം ചെതല ഇവിടെ. വല്ലപ്പോഴെങ്കിലും ഒന്ന് തൂക്കണ്ടേ? അച്ഛൻ എണ്ണീറ്റില്ലാടി? ഓ, എന്നാത്തിനാ ഇപ്പഴേ ആക്കണേ? ഡ്യൂട്ടി സമയം രാത്രി 12 മണിക്കല്ലേ. കുറച്ചുനാൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ചേട്ടൻ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പിന്നെയും വന്നു, പിന്നെയും തുടങ്ങി. അതെന്നാ ചേട്ടത്തി അങ്ങനെ പറയണേ? ഇന്നലെ അവൻ ചേട്ടന്റെ വേഷവും കെട്ടി ആരോടോ രൂപ വാങ്ങിച്ചു. അവര് സ്റ്റേഷനിൽ അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത്. എന്റെ യഹോവായേ, ഇത് ഉള്ളത് തന്നെയാ. പിന്നെ ചേട്ടൻ കള്ളം പറയോ? ആ മീശയെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞതാ. കേക്കണ്ടേ? ഓ, ദാ വരുന്നു. അങ്ങോട്ടേക്കാൻ. ആ, ഇന്നലെ കിട്ടിയ പേഴ്സിനകത്ത് എന്നാ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ? എടി, അതൊരു പാവപ്പെട്ട ദരിദ്രവാസി കാമുകന്റെ പേഴ്സാ. ഒരെടുക്കാത്ത ഒട്ടനോട്ടും ഒരു പ്രേമലേഖനവും. ഇന്നെന്തായാലും ശരിക്കൊന്ന് കറങ്ങണം. ആ, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അപ്പൊ ചേട്ടായിയാണെന്നും പറഞ്ഞാൽ എന്റെ പറ്റിച്ചു വാങ്ങിച്ച രൂപ എന്നാ ചെയ്തു? അത് നീ അങ്ങനെ അറിഞ്ഞു? അതെങ്ങനെങ്കിലും ആവട്ടെ, രൂപ ഇങ്ങോട്ട് രൂപയുടെ കിട്ടിയ 25 രൂപയാ. അരി മേടിക്കാൻ കാശില്ല, പിള്ളേര് പട്ടിണിയാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് 15 രൂപ പാക്കറിന് പണ്ടാറടങ്ങി. ബാക്കി 10? അത് എന്നെ മിണ്ടാത്ത ചേട്ടന്റെ വേഷം കെട്ടിക്കൊണ്ടുള്ള മനസ്സമാനക്കേട് മാറ്റാൻ ഞാനൊന്ന് മിനിങ്ങി. നന്നായി. ഇനി ഇങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടാൻ പാകത്തിന് ചെയ്യണം. അതിമോഹം പാടില്ലടി. അന്നന്നത്തെ അത്താഴത്തിനുള്ളത് എന്നും കിട്ടണമെന്ന് പോയി നിന്റെ കർത്താവിനോട് പ്രാർത്ഥിക്കടി.
കട്ടപ്പനക്കാരൻ കൊച്ചു അറിയിച്ചന്റെ മോള് കൊച്ചുദേശിയ പുണ്യവതി കാളി. മുൾക്കിരീടമിരണ്ടിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, കർത്താവേ, എനിക്ക് മുൾക്കിരീടമിരണ്ടിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, കുരിശു ചുമക്കും അച്ഛൻ എഴുന്നേറ്റില്ലേടി? ഉറക്കമായിരിക്കും ഏരണം കെട്ടവൻ. എഴുന്നേറ്റ് വല്ല തൊഴിലും ചെയ്യാൻ പറ, അല്ലെങ്കിൽ എന്റെ വേഷവും കെട്ടി ആരുടെങ്കിലും കൈക്കൂലി മേടിക്കാൻ പറ, കേസ് ഒതുക്കി തീർക്കാൻ. 10 പട്ടിക്ക് തിന്നാനുള്ള ഇറച്ചി ഉണ്ടല്ലോ അദ്ദേഹത്ത്, വല്ല പണിയെടുത്ത് ജീവിച്ചുകൂടെ? എവിടെ പറഞ്ഞെന്തേടി? കുളിച്ചു വരാൻ പോയേക്കുവാ. പാവം ചെക്കൻ, അവനെങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്. അതെങ്ങനാ? ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ തന്തയുടെ തൊഴിലറിയുമ്പോ തീർന്നില്ലേ സകലതും? എന്റെ തലയിൽ ദൈവം വരച്ചത് കള്ളന്റെ വരയായി പോയി. അതിന് ഞാനെന്തോ ചെയ്യാനാവേ? തല മുട്ടയടിച്ച് പാറയിലിട്ട് ഉരയ്ക്കടാ, വര മാഞ്ഞു പോകുന്നവരെ. അതിന് പറ്റിയ പാറ എടുത്തോണ്ട് വാ, ഉരച്ചു നോക്കാം. എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. ഞാനവിടെ കേറി വന്നാണ്ടല്ലോ. കഴിവണ മോനെ? അത് ശരി. ഇപ്പൊ ചേട്ടൻ കഴിവേരെന്ന് വിളിച്ചതേ നമ്മളെ തന്തപ്പടിയെ തന്നെ ആന്നേ. മടക്കിന് നിൽക്കാതെ നിങ്ങളൊന്ന് പോയേ. ഇവനൊന്ന് നന്നായിട്ടെന്ന് കരുതി എവിടൊക്കെ ഞാൻ ജോലി വാങ്ങിക്കൊടുത്തു. അവിടെ നിന്നല്ല എന്തെങ്കിലും മോഷിച്ചോണ്ട് പുറത്തിയാടും. എന്നിട്ട് വർത്താനം പറഞ്ഞു കേട്ടില്ലേ? ഇതേന്റെ നാക്കിന് എല്ലില്ലാന്ന് ചേട്ടായിക്ക് അറിയാമല്ലേ? തറവാടിന്റെ മാനം കെടുത്താൻ പറഞ്ഞ അസുരവിത്ത്. ആ പടിഞ്ഞാപ്പുറത്തെ മുറി ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഒരാള് കാണാൻ വരുന്നുണ്ട്. ആരാ? ആ കോൺസ്റ്റബിൾ മാത്തുന്നയുടെ ബന്ധുവാ, പത്രക്കാരന് മറ്റുമാണ്. അയക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എഴുതാരും മുറി വേണം അത്രേ. അതായാലും ഒഴിഞ്ഞിടക്കല്ലേ, 100 കിട്ടുന്ന കിട്ടട്ടെ. കൊടുക്ക പൊട്ടിച്ചിട്ട് 8 രൂപയെ കിട്ടിയുള്ളൂ. 2-3 രൂപ എന്റെ അടുത്തും കാണും. അത് മതിയായിരുന്നല്ലോ അമ്മേ, എന്തിനാ അവളുടെ സമ്പാദ്യം പൊട്ടിച്ചത്? എപ്പോഴാ തിരിച്ചു വരണേന്ന് എങ്ങനെ അറിയണേ? വഴിയിലൊരു ചായയോ മറ്റോ കുടിക്കണമെന്ന് തോന്നിയാ എന്നാ ചെയ്യും? കണക്ക് കുറിച്ച് വെച്ചോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പലിശ ചേർത്ത് തന്നേക്കാം. ഭരതേട്ടന് എപ്പോഴും ഒരു കോംപ്ലക്സാ. ഇന്നാളും പറയണ കേട്ടു കണക്കെഴുതി വെച്ചോളാൻ. അന്യരോട് പറയണ പോലെ. ഞാനും ഏട്ടന്റെ ചോര തന്നെയാ. ഒരേ ചോരയാണെങ്കിലും ഒന്നി കൂടുതലാവുമ്പോ സഹായം ഒരു ശാപമാവും. തുടങ്ങി വേണ്ടാത്തത് പറയാൻ. ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്ത് വേറെ ഒന്നും ചിന്തിക്കണ്ട. എന്തോന്ന് പ്രിപ്പറേഷൻ? മടുത്തു. മനസ്സുണ്ടായിട്ട് പോകുന്നതല്ല, അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അച്ഛനാ കവലയിലെങ്ങാനും കാണും. ഒന്ന് പറഞ്ഞേച്ചും പോവാനെ. എന്തിനാ? അനുഗ്രഹിച്ച് അച്ഛനും മടുത്തിട്ടുണ്ടാവും. ഓ, അതൊന്നും സാരമില്ല. ഒരു പണി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവനെ എന്റെ കൈത്തൊഴിൽ പഠിപ്പിക്കും. മന്ത്രിയുടെ മകൻ മന്ത്രിയാകും, കള്ളന്റെ മകൻ കള്ളനാകും. അല്ല, രണ്ടിനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നാടനോ ഫോറിനോ? അക്ക സ്വദേശി. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് ഭാഗമാകുമോ പാക്കര? ശങ്കരായതിനു വേണ്ടി തയ്പ്പിച്ചതാ. അച്ചൂണിന് കറക്റ്റ് ആയിരിക്കും. ഇതിന് വേണ്ടടത്തൊക്കെ ഈ കുണുക്കും കീഴ്ത്തൊക്കെ ഉണ്ടോ? ഇത് മാത്തപ്പൻ തന്നെ അവിടെ തയ്ച്ചതാ. പുള്ളിക്കാരൻ പോലീസ് സ്റ്റൈലിന് സ്പെഷ്യലിസ്റ്റ് അല്ലേ? താനേ ഇത് അതിൽ പിടിപ്പിച്ചേ. ഇത് എവിടുന്ന് ഒപ്പിച്ചു? അത് രഹസ്യമാ. എന്നാലും ബാക്കറിനോട് പറയാം. നമ്മുടെ മൂജാരി നാണുമില്ലേ, അവനെ പേടിപ്പിച്ച് അതിരഹസ്യമായിട്ട് ഉണ്ടാക്കിച്ചതാ. ഇതൊക്കെ കൂടെ വെച്ച് ഞാനൊരു കളി കളിക്കും പാക്കരാ. കുഴപ്പാവോ? പാക്കറിന് പേടിയുണ്ടോ?
പേടിയുണ്ടാകാൻ തനിണ്ടല്ലേ? പേടിയുണ്ടായിട്ടല്ല. പിന്നെ തനിക്കറിയോ, ഞങ്ങളുടെ അച്ഛൻ മുരിക്കുംപാടത്ത് മൂന്നമ്പിള്ള പേര് കേട്ടൊരു പോലീസുകാരനായിരുന്നു. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളെ രണ്ടുപേരും പോലീസാക്കണമെന്ന്. പക്ഷേ ഞാൻ കള്ളനായിപ്പോയി. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ കള്ളനാണെന്ന് തോന്നി, കള്ളനായി. അല്ല, എല്ലാരും കൂടെ എന്നെ കള്ളനാക്കിയതാ. ആദ്യം ഞാനൊരു കളവ് ചെയ്തു, ഇല്ല എന്ന് പറയുന്നില്ല. അത് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരാവേശത്തിന് അങ്ങ് ചെയ്തു പോയതാ. പിന്നെ പിന്നെ നാട്ടിൽ എന്തെങ്കിലും സാധനം കളവ് പോയാൽ പോലീസുകാർ ആദ്യം എന്നെ പിടിക്കും. ചിലപ്പോ ശരിയായ കള്ളനെ കിട്ടാ വരുമ്പോ പോലീസുകാരുടെ പാവത്തം കണ്ട് ഞാനങ്ങ് പിടി കൊടുക്കും. മേലാഫീസർമാരുടെ തെറിയുന്ന രക്ഷപ്പെടാൻ വേണ്ടി കൈക്കൂലി തന്നും അവരെന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മുങ്ങി. എന്നാ പിന്നെ കുളിച്ചു കയറാമെന്ന് ഞാനും വിചാരിച്ചു. പുള്ളി സൂക്ഷിച്ചു വേണം. പുതിയ SI ആള് മഹാരസ, ഇടിമിന്നലാ. അതാണ് ഞാൻ അറിയാത്തൊരു ഇടി.